ദുബായിൽ തൊഴിലാളിയെ ചതിച്ച് കമ്പനി ഉടമ മുങ്ങി. 1.25 ലക്ഷം ദിർഹത്തിന്റെ ബാങ്ക് ബാധ്യതയുമായി ദുരിതത്തിലാണ് കാസർഗോഡ് സ്വദേശി കരുണാകരൻ. യാത്രാവിലക്കും രോഗബാധയും മൂലം സ്വന്തം നാട്ടിലേക്ക് പോകാനാകാതെ ബുദ്ധിമുട്ടുകയാണ് കരുണാകരൻ. ഉടമയുടെ ചതിയിൽ വേറെയും ആളുകൾ കുടുങ്ങിയിട്ടുണ്ടെന്നാണ് വിവരം. 2 പതിറ്റാണ്ടിലധികമായി ഗൾഫിൽ പ്രവാസിയാണ് കാസർഗോഡ് സ്വദേശിയായ കരുണാകരൻ. കൊറോണ സമയത്ത് ജോലി നഷ്ടപ്പെട്ട് പിന്നീട് നാട്ടിലേക്ക് പോകേണ്ടി വന്നു. തിരികെ വന്ന് മറ്റൊരു കമ്പനിയിൽ ജോലി ചെയ്യുന്നത് മുതലാണ് കരുണാകരന്റെ ദുരവസ്ഥ ആരംഭിച്ചത്. തന്റെ അറിവില്ലായ്മയെ ചൂഷണം ചെയ്ത് കണ്ണൂർ സ്വദേശിയായ കമ്പനി ഉടമ ചതിച്ച കഥയാണ് കരുണാകരന് പറയാനുള്ളത്. കരുണാകരന്റെ പേരിൽ 15,000 ദിർഹം വ്യാജ ശമ്പള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി വിവിധ ബാങ്കുകളിൽ നിന്നായി ക്രെഡിറ്റ് കാർഡുകൾ വഴി ഈ ഉടമ കൈക്കലാക്കിയത് 1,25,000 ദിർഹം, അതായത് ഏകദേശം 28 ലക്ഷത്തിലധികം ഇന്ത്യൻ രൂപ. ഈ തുക കരുണാകരന് തന്നെ നൽകാമെന്നും ശമ്പളത്തിൽ നിന്ന് തിരിച്ചടച്ചാൽ മതിയെന്നുമായിരുന്നു കമ്പനി ഉടമ വിശ്വസിപ്പിച്ചിരുന്നത്. എന്നാൽ പണം കൈക്കലാക്കിയതോടെ ഇയാളെ ചതിച്ച് ഉടമ മുങ്ങി. തിരിച്ചടവ് മുടങ്ങിയതോടെ ബാങ്കുകൾ നിയമ നടപടികളിലേക്ക് നീങ്ങി. തന്നെ പോലെ വേറെയും ആളുകളെ ഇയാൾ ഇത്തരത്തിൽ പറ്റിച്ചിട്ടുണ്ടെന്നാണ് കരുണാകരൻ പറയുന്നത്. ഞങ്ങൾ കുറേ പേരുണ്ട്, 9 പേരുണ്ടായി. എല്ലാവരും വിശ്വസിച്ച് സൈൻ ഇട്ടു. അങ്ങനെ ക്രെഡിറ്റ് ലോൺ എടുത്തിട്ട് ഞങ്ങൾ ചീറ്റ് ചെയ്ത് ശമ്പളം കൂട്ടി എഴുതി 15,000 ശമ്പളം എഴുതിയിട്ടാണ് ക്രെഡിറ്റ് ലോൺ എടുത്തത്. എല്ലാവരുടെ പേരിൽ പല വിധത്തിനും 3, 2, 1 അങ്ങനെ ലോൺ എടുത്തിട്ടുള്ളത്. നിങ്ങൾ എല്ലാവരും ചോദിച്ചില്ലേ പണം? അപ്പം എന്താ പറയുന്നത്? എല്ലാം ശരിയാവും എന്നല്ല പറയും. ശരിയാവും എന്നല്ല പറയും. ഇപ്പോൾ ആ മാനേജർ എവിടെയാണുള്ളത്? ഇപ്പോൾ സ്വിച്ച് ഓഫ് ആണ്. എവിടെ ഉണ്ട് എന്ന് അറിയുന്നില്ല സാർ. ഇത് നാട്ടിലേക്ക് പോകാൻ പറ്റിയത്? നാട്ടിൽ പോകാൻ പറ്റുന്നില്ല. ഇപ്പോൾ 2 കണ്ണിന് തിമിരായിട്ട് ഓപ്പറേഷൻ ചെയ്യാൻ പറയും ഡോക്ടർ. ഇപ്പം നാട്ടിൽ പോകാനും പറ്റുന്നില്ല, ഇവിടെ ഒന്നും ചെയ്യാനും പറ്റുന്നില്ല. നിലവിൽ കരുണാകരനെതിരെ കേസും യാത്രാവിലക്കുമുണ്ടെന്ന് നിയമവിദഗ്ധർ പറയുന്നു. പലർക്ക് 2 ലോണാണെങ്കിൽ ചിലർക്ക് 3 ലോണോ ആ രീതിയിൽ. കരുണാകരൻ ഇപ്പോൾ 3 ബാങ്കിലും ലോണുണ്ട്. 50,000-ഉം 2 സ്ഥലത്ത് 50,000-ഉം 1 സ്ഥലത്ത് 25,000 ലോണാണ്. ചികിത്സയ്ക്കോ നാട്ടിലേക്ക് മടങ്ങാനോ കഴിയാതെ എന്തു ചെയ്യണമെന്നറിയാതെ നിൽക്കുകയാണ് ഈ പ്രവാസി. റജിൽ വാണിമേലിനൊപ്പം അരുൺ പാറാട്ട്, ബിഗ് TV, ദുബായ്. കാസർഗോഡ് സ്വദേശി കരുണാകരന്റെ ദുരിതം അധികൃതരുടെ മുന്നിലേക്ക് ബിഗ് TV വെക്കുകയാണ്. ഇക്കാര്യത്തിൽ നമ്മുടെ സംസ്ഥാനത്ത് പ്രവാസി സെല്ലിന്, അതുപോലെ നോർക്കയ്ക്ക്, അതോടൊപ്പം തന്നെ നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾക്കൊക്കെ ഇടപെടാൻ കഴിയും. അതുപോലെ വിദേശകാര്യ മന്ത്രാലയവുമായി, എംബസിയുമായി ഒക്കെ ബന്ധപ്പെട്ട ഈ വിഷയത്തിന് പരിഹാരമുണ്ടാക്കാൻ കഴിയുമോ എന്നതുകൂടി ഞങ്ങൾ നോക്കും. Big TV, without fear or favor.